അല്ല, വിഷയം ഇന്നലെ പറഞ്ഞു. ഈ തുടർച്ചയായി നെഗറ്റീവ് പ്രശ്നങ്ങളിലേക്ക് തന്നെ വലിച്ചടക്കുക. അതിന്റെ ലക്ഷ്യം എന്താണെന്ന് ജനങ്ങൾക്കൊക്കെ അറിയാം. എന്നാൽ ഇങ്ങനെ വലിച്ചഴക്കുന്ന വിഷയങ്ങളിൽ വസ്തുതയൊന്നുമില്ല എന്ന് ബോധ്യമായാലും വലിച്ചഴക്കുന്നവർ അത് പിന്നീട് തിരുത്താനോ വിശദീകരിക്കാനോ തയ്യാറാകുന്നില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. ഇതൊരു അന്യായമല്ലേ ശരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ അതിരുകളും കടന്നു വരുമ്പോൾ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുക. ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളിൽ, അടിസ്ഥാനരഹിത അസംബന്ധ കാര്യങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ വലിച്ചെടുക്കുന്ന നിലപാട് തുടരുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ട്, നമുക്ക് എല്ലാവരും കൂടി പറയാതെ തട്ടിപ്പ് നടക്കുന്നുണ്ട് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. നിയമങ്ങളിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ സർക്കാരിന്റെ കടമയിലേക്ക് അല്ലെങ്കിൽ സർക്കാരിന്റെ സഹായം കിട്ടുന്നുണ്ട്, തട്ടിപ്പ് നടത്താം എന്ന് വിചാരിക്കുന്നുണ്ട്. അത് താങ്കളിലേക്കാണ് എത്തുന്നത്. മുഖ്യമന്ത്രി ഇപ്പൊ നിയമസഭയിൽ വ്യക്തമാക്കി, നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിലുള്ള തട്ടിപ്പുകളോ എന്ത് അനീതിയോ നടന്നാൽ അതിനെതിരെ കർക്കശമായ നിലപാട് മുഖം നോക്കാതെ സ്വീകരിക്കുന്ന ഗവൺമെന്റാണ് LDF ഗവൺമെന്റ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പൊ പൊതുവെ നമ്മൾ എടുത്തു പരിശോധിച്ച് നിങ്ങൾ നോക്കി, ഈ അടുത്ത കാലത്തായിട്ട് വരുന്ന ആരോപണങ്ങൾ ഒരു കാര്യവുമില്ലാതെ എന്നെ വ്യക്തിപരമായി വലിച്ചെടുക്കും. പിന്നീട് ആ വിഷയങ്ങളിൽ എവിടെ എത്താതെ പോകുന്നൊരു സ്ഥിതിയിലേക്ക് വരുന്നു. എന്നെ വലിച്ചഴിച്ചതിൽ ഒരു വസ്തുതയുമില്ല എന്ന് ബോധ്യമാവും. അങ്ങനെ ബോധ്യമായിട്ടും അങ്ങനെ പ്രചരിപ്പിക്കുന്ന ആളുകൾ തിരുത്താൻ തയ്യാറാകുന്നു. അത് ന്യായമല്ലല്ലോ, നമ്മൾ പരിശോധിച്ചല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് എല്ലാ അതിരുകളും കടന്നുള്ള ഇത്തരം പ്രചരണം അതിന്റെ ഭാഗമായി ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരിക്കലും ഭൂഷണമില്ലാത്ത ഇത്തരം നിലപാടിനെതിരെ, വ്യക്തിഹത്യ നടത്തുന്ന സമീപനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. താങ്കളുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള നടത്തുന്ന തട്ടിപ്പാണ് പറയുന്നത്. അങ്ങനെ ഒരു സംഭവമേ അങ്ങനെ ഒരു തട്ടിപ്പിന് ശ്രമം ഉണ്ടായിട്ടില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, ഞാനിപ്പോ പത്രങ്ങളിൽ വായിച്ചവരാണ് എനിക്കുള്ളത്, അത് ഞാൻ ഇവിടെ പറഞ്ഞു. പക്ഷെ ഇപ്പോ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ഭാഗമായി പല പ്രസ്താവനകളൊക്കെ വരികയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞു, വളരെ മോശമായിട്ടുള്ള നിലയിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പ്രസ്താവന ഉൾപ്പെടെ ഇറക്കുന്നു. നിയമ നടപടി സ്വീകരിച്ചു മുന്നോട്ട്. അല്ല, ഒരു കണ്ണൂരിൽ കോഴിക്കോട്ടെ ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ പേര് ഉൾപ്പെടെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോ വാർത്ത കേട്ടിട്ടുള്ള പേരിൽ എനിക്കുള്ളൂ. ഇത് ജനങ്ങൾക്കറിയാം, ഞാൻ പ്രത്യേകിച്ച് പറയാം, നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഒരു മാസം മുമ്പ് താങ്കൾ പാർട്ടിക്ക് പരാതി കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞല്ലോ, പറയേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. വിമർശനമുണ്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തിരുത്തലുകൾ പാർട്ടിക്കുള്ളിൽ വേണം. വലിയ വിമർശനമാണ് CPM-ന്റെ മുതിർന്ന നേതാവ് തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. എന്തൊക്കെയോ തെറ്റുകൾ പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്ന് സമ്മതിക്കുക. അത് നേരത്തെ പാർട്ടി സെക്രട്ടറിയും മറ്റുള്ളവരൊക്കെ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കി.